എന്താ നീ ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നേ? ഒന്നുമില്ല, ലൈറ്റ് ഇടാൻ മറന്നതാ. നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്, ശരിയല്ലേ? പറഞ്ഞു, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഏട്ടനത് പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് ഉറപ്പിക്കണ്ട, പറ, കാര്യം എന്താ? അത് 2 ദിവസമായി അവിനാഷ് അവിനാഷ് എന്തോ വല്ലാതെ ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നു. അയാൾക്ക് എന്നെ കാണാനും സംസാരിക്കാനും തീരെ താല്പര്യമില്ലാത്ത പോലെ. അത് നിന്റെ തോന്നലായിരിക്കും. അല്ല ഏട്ടാ, അത്ര വെട്ടിയൊന്നുമല്ല ഞാൻ. എല്ലാ വിവരങ്ങളും അമ്മയോട് പറയാന്ന് പറഞ്ഞു പോയതാ. അമ്മയോട് പറഞ്ഞിട്ട് ആ വിവരം അന്ന് തന്നെ അറിയിക്കാന്നും പറഞ്ഞു. പക്ഷെ ചിലപ്പോ അവന്റെ അമ്മ എതിർത്ത് കാണും, അങ്ങനെ സംഭവിക്കാലോ. പക്ഷെ അതിനൊരു കാരണം വേണ്ടേ? മതം, ജാതി, ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സോഷ്യൽ സ്റ്റാറ്റസിന്റെ കാര്യത്തിന് നമ്മൾ അവർക്കൊപ്പമല്ലേ? അതെ, ചിലപ്പോ നമുക്കറിയാത്ത എന്തെങ്കിലും അനിഷ്ടം അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അതിനൊന്നും ഒരു വഴിയില്ല. ആ ഡോക്ടർക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഏട്ടാ, ഇനിയിപ്പോ ഡോക്ടർക്ക് എന്നെ കുറിച്ച് വല്ല സംശയവും? എന്ത് സംശയം? ഏയ്, ഒന്നും ഉണ്ടാവില്ല. അല്ല, അല്ലെങ്കിൽ എന്തിനാ അവരെന്നെ ഇഷ്ടപ്പെടാതിരിക്കുന്നത്? അത് ഏട്ടാ, എനിക്ക് വല്ല രോഗമുണ്ടോ? രോഗോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവര് നമ്മളോട് പറയാതിരിക്കോ? അല്ല, എന്നോട് മറച്ചു വെച്ചിട്ട് ഏട്ടനോട്? ഏയ്, ഒരിക്കലുമില്ല. നിനക്കറിയില്ലേ, ഡോക്ടർ അപർണ ആ ടൈപ്പ് അല്ല. എന്തുണ്ടെങ്കിലും അവർ തുറന്നടിച്ച് പറയും. നീ വെറുതെ കാട് കയറണ്ട. പിന്നെ എന്തുകൊണ്ടാ അവിനാഷ് ഇങ്ങനെ? അത് അവനോട് തന്നെ ചോദിക്കണം. മോളെ, നിസ്സാര കാര്യങ്ങൾ ഊതി പെരുപ്പിച്ച് വലുതാക്കി വിഷമിക്കരുത്. നീ ഒരു 2 ദിവസം കൂടെ നോക്ക്. അവൻ നിന്നെ തേടി വന്നിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം. എന്താ? ദേ, നിന്റെ ഈ വിഷാദ ഭാഗം ഭയങ്കര ബോറായിട്ടോ. നല്ല പ്ലസന്റ് ആയിരിക്കണം, അതാ നിനക്ക് ഭംഗി. ഏട്ടൻ വേഗം വേഷം അറിവാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. എന്താ ഗോപി, അമ്പലത്തിൽ പോയന രാവിലെ വന്നത്? അല്ല. എന്തു പറ്റും മോളെ? പതിവുള്ള കളിയും ചിരിയൊന്നും കാണാനില്ല. സുർമിയില്ലേ? ഓ, അപ്പൊ നിനക്ക് ഉമ്മയെ കാണണ്ടാന്ന്. അതെങ്ങനെയാ ശരിയാവണേ? നീ ഇവിടെ കേറി വന്നിട്ട് കുറച്ചു ദിവസമായില്ലേ? അതിന് ഉമ്മയെ അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. ഓ, അപ്പോ മോൾ ഇന്ന് ഉമ്മയോട് ഉടക്കില്ല. എന്തായാലും നീ അകത്തേക്ക് എറിഞ്ഞാ ഒരു ചായ എടുക്കാം. ചായയൊക്കെ കുടിച്ചിട്ടാ വന്നത്. എങ്കിൽ കാപ്പിയാവാം. ഉമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവൾക്ക് ഇന്ന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. രാത്രി ഫോണിൽ നിന്റെ സ്വരം കേട്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നു നീ ഇന്ന് രാവിലെ വരുമെന്ന്. എന്താടി പ്രശ്നം? അവിനാശ് ഇന്നലെ നിന്നെ വിളിച്ചില്ലേ? ഇല്ല, നാണം കെട്ട് ഞാൻ തന്നെ വിളിച്ചു. നീ ഒത്തിരി വട്ടം വിളിച്ചിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ലായിരുന്നല്ലോ. ഇന്നലെ ഫോൺ എടുത്തു. എന്നിട്ടെന്താ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സംസാരിക്കാൻ മടിയുള്ള പോലെ. ഇനിയിപ്പോ അയാളുടെ അമ്മയ്ക്ക് എതിർപ്പ് വല്ലതും കാണോ? എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? വേണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. എന്താ? ദിവസം OP-യിലേക്ക് പോകും മുമ്പ് ഡോക്ടർ അപർണ എന്റെ സെക്ഷൻ ചീഫിനെ വന്ന് കാണാറുണ്ട്. നിങ്ങൾ തമ്മിൽ ഇതുവരെ പരിചയപ്പെട്ടില്ലേ? ഒരിക്കൽ ജയേട്ടന്റെ പേരും പറഞ്ഞ് പരിചയപ്പെടാൻ ചെന്നതാ.
ആ നേരത്തെ പുള്ളിക്കാരി വലിയ തിരക്കിലായിരുന്നു. അപ്പോ നിന്നെ ശരിക്കും അറിയില്ലല്ലേ? അത് സാരില്ല, ഞാൻ കയറി ഹെഡ് ചെയ്തോളാം. എന്നിട്ട് അമ്മയും മോനും തമ്മിൽ വളരെ ഓപ്പൺ ആണെന്നല്ലേ നീ പറഞ്ഞത്? അതെ. ഉം. അവിനാശ് എന്തുകൊണ്ടാ ഗോപിയെ മൈൻഡ് ചെയ്യാത്തെന്ന് ചോദിക്കാം. അയ്യോ, അങ്ങനൊന്നും ചോദിക്കണ്ട. ചിലപ്പോ കാര്യങ്ങൾ കൂടുതൽ മോശമായിന്ന് വരും. എങ്കി എന്റെ സെക്ഷൻ ചീഫ് വഴി ഒരു ശ്രമം നടത്താം. അതും വേണ്ട. മകന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് അറിഞ്ഞ അവർക്കത് രസിക്കില്ല. പിന്നെ എന്ത് ചെയ്യും? നിനക്കിപ്പോ ഒരു സമാധാനം ഇല്ലാണ്ടായില്ലേ കൊച്ചെ? നീ അയാളെ കാണാൻ ശ്രമിച്ചോ? ഉം. എന്നിട്ട് ഒഴിഞ്ഞു മാറിക്കളയുന്നു. ഫോൺ എടുക്കാൻ പോലും മടിക്കുന്ന ആള് എങ്ങനെയാ നേരി കാണുന്നത്? എനിക്കറിയാം, ഇതെന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാ. പിന്നെന്തിനാ ഇത്രയും പാടുപെട്ട് അയാൾ അടുക്കാൻ ശ്രമിച്ചത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെ അവഗണിക്കാൻ തക്കവണ്ണം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും അവിനാഷ്. ഗോപി, എനിക്കിപ്പോ തോന്നാ നീ അയാളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് മഹാ അബദ്ധ. ഒരിത്തിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കില് അയാൾ ഇത്രയും മോശമായിട്ട് പെരുമാറില്ലായിരുന്നു. ഇതിപ്പോ നീ അയാളുടെ പിന്നാലെ ചെല്ലാനുള്ള സൂത്ര. എന്നിട്ടെന്തിനാ? അങ്ങനെയൊക്കെയാ ആണുങ്ങളെ പെൺകുട്ടികളെ ചീത്തയാക്കുന്നത്. അവിനാഷ് അത്തരക്കാരനല്ല. ഇക്കാലത്ത് നമുക്ക് ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. പത്രത്തിലൊക്കെ വായിക്കാറില്ലേ? നീ ഇനി അയാളെ വിളിക്കരുത്, കാണുകയും ചെയ്യരുത്. അത് മോശ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇല്ല, വിളിക്കില്ല. ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ ഇനി ഞാൻ തയ്യാറല്ല. ഞാൻ തീരുമാനിച്ചു. അതേതായാലും നന്നായി. നീ ഒരു 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഇവിടെ നിർത്തിയാ മതി. എത്രയായി? 30 രൂപ. ദാ. ശരി.
എന്താ അവിനാഷിന് പറ്റിയത്? ഇത്ര വേഗം എന്നെ ഇഷ്ടമല്ലാതായോ? എന്തൊക്കെയാ നീ പറയുന്നത്? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ ഗോപുവിനെ കാണാൻ വരുമോ? നാണു പറയണ്ട. അവിനാഷിന് എന്നോട് എന്തോ ഇഷ്ടക്കേടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും ദിവസം എന്നെ മറന്നു കളഞ്ഞത്. മറക്കാനോ? എനിക്ക് എങ്ങനെയാ നിന്നെ മറക്കാൻ സാധിക്കുക? ഒരിക്കലും അതുണ്ടാകില്ല. മനഃപൂർവ്വം ഞാൻ വരാതിരുന്നത് എന്നോടുള്ള നിന്റെ സ്നേഹത്തിന്റെ ആഴം അറിയണമെന്ന് തോന്നി. വെറും ഒരു കുസൃതി. പക്ഷേ ഇപ്പൊ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാകില്ല. നിന്നെ വിളിക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരു ദിവസം പോലും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. വാക്ക്. അമ്മ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെയൊന്നും അമ്മയോട് മിണ്ടാൻ പോലുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നില്ല. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ... അച്ചു, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല. എനിക്കറിയാം നിന്റെ മനസ്സ്. ഒരുപാട് ആലോചിച്ചു. ഇത്രയും കാലത്തിനിടയിൽ എന്റെ മനസ്സിന് തൊട്ട ഒരേ ഒരാൾ ഗോപികയാണ്. അവൾ എന്നെ വേണ്ടെന്ന് വെച്ചാൽ പോലും എന്റെ മനസ്സിൽ നിന്ന് ആ മുഖം പറിച്ചറിയാനാവില്ല. ഒടുക്കം ഞാനൊരു തീരുമാനത്തിലെത്തി. ഈ നിമിഷം അവൾ മറഞ്ഞു പോയാലും സാരമില്ല. എനിക്ക് ഗോപിക മാത്രം മതി. നീ ശരിക്കും ആലോചിച്ചിട്ടാണോ?
അച്ചു, എന്നെ നിനക്കറിയില്ലേ? നിന്റെ ആഗ്രഹങ്ങൾക്ക് വല്ലതിനും ഞാൻ തടസ്സം നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതും അങ്ങനെ തന്നെയായിരിക്കും. നിന്റെ ജീവിതമാണ്. അതിലേക്ക് വരേണ്ടത് ആരാണെന്ന് നീ തന്നെ തിരഞ്ഞെടുക്കണം. ഒന്നിനും അമ്മ തടസ്സമാവില്ല. മതി, എനിക്ക് സന്തോഷമായി അമ്മേ. ഒരു കാര്യം മറക്കരുത്, ഗോപികയുമായി കുറെ കൂടി ഇണങ്ങിക്കഴിയുമ്പോൾ അവളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒരിക്കലും അത് സംഭവിക്കരുത്. അമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ഗോപികയെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലൂടെ രക്ഷിക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പറേഷൻ ഒത്തിരി റിസ്ക്കുള്ള ഒരു അവസാന ശ്രമമാണ്. എന്നിട്ടും ഞാൻ ഈ കാര്യം ജയമോനോട് പറയുകയും ചെയ്തതാ. പക്ഷെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് അനിയത്തിയെ വിട്ടുകൊടുക്കാൻ അയാൾ തയ്യാറല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാ? നീ ഇന്ന് ഗോപികയെ കണ്ടോ? ഇല്ല, നാളെ കാണാമെന്ന് കരുതി. ഒരു മിനിറ്റ് അമ്മേ. ഹലോ അവിനാഷ്, ഇത് ജയമോഹനാണ്, ഗോപികയുടെ ബ്രദർ. ആ, അറിയാം. എനിക്ക് അവിനാഷിനെ ഒന്ന് കാണണമായിരുന്നു. പിന്നെന്താ, എപ്പോ വേണമെങ്കിലും കാണാമല്ലോ. രാവിലെ ഞാൻ വിളിച്ചോളാം. ഓക്കെ? ശരി. ഞാൻ അവിനാഷിനെ കാണുമെന്ന് പറഞ്ഞത് ഒന്നിനും നിർബന്ധിക്കാനോ പ്രേരിപ്പിക്കാനോ അല്ല. എൻ്റെ ഗോപിയെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. എൻ്റെ അറിവിൽ അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ബോയ് ഫ്രണ്ട് അവിനാഷാണ്. ധാരാളം സൗഹൃദങ്ങളുണ്ട്. പക്ഷെ അവയൊന്നും അവളുടെ ഹൃദയത്തെ സ്പർശിച്ചതായി എനിക്ക് തോന്നിയിട്ടില്ല. അവിനാഷ്, നിങ്ങൾ അങ്ങനെയല്ല. ഏട്ടൻ പറഞ്ഞത് ശരിയാ. അവളുടെ ഹൃദയത്തിലേക്ക് പ്രവേശനം കിട്ടിയ ഒരേ ഒരാൾ ഞാനാ. പക്ഷെ ആ ഹൃദയം നേരിയ സങ്കടം പോലും താങ്ങാൻ പറ്റാത്തത്ര ദുർബലമായി പോയെന്ന് മാത്രം. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഗോപി അതൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ യാത്രയാവുമ്പോൾ ഉമ്മറത്തെ ചവിട്ടുപടിയിലിരുന്ന് മണ്ണ് വാരി കളിക്കുകയായിരുന്നു അവള്. ആ നിമിഷം മുതൽ ഞാൻ അവളുടെ അമ്മയും ഏട്ടനുമായി. അച്ഛൻ മരിക്കുമ്പോൾ ഒരിക്കൽ കൂടി അത് ആവർത്തിച്ചു. അന്ന് അവളുടെ ടെൻഷൻ എന്തായിരുന്നറിയാമോ? ടെറസിലെ ആന്റണിയിൽ കുടുങ്ങിയ പട്ടം. മരണമെന്നാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത യാത്രയാണെന്ന് അന്ന് എൻ്റെ കുഞ്ഞറിഞ്ഞിരുന്നില്ല. പിന്നൊരിക്കലും അതൊന്നും അവൾ അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പൊ തോന്നുക ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണെന്ന്. അതെങ്ങനെയേട്ടാ തെറ്റാവന്ന്? അനിയത്തിയെ നന്നായിട്ട് വളർത്തണമെന്നല്ലേ ഏതൊരേട്ടനും ആഗ്രഹിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും അറിഞ്ഞു വളരുന്നവർക്ക് മാത്രമേ ജീവിതത്തെ നേരിടാനുള്ള കരുത്തുണ്ടാവൂ. എൻ്റെ ഗോപിയെ ദുഃഖങ്ങൾ അറിയിക്കാതെയാണ് ഞാൻ വളർത്തിയത്. ചിരിക്കുമ്പോഴല്ലാതെ അവളുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഗോപി കരഞ്ഞു. അവിനാഷ് അവളെ നിരസിച്ചല്ലോ എന്നോർത്ത്. പക്ഷേ ഏട്ടാ, അതങ്ങനെയല്ല. ഞാൻ അവിനാഷിനെ കുറ്റപ്പെടുത്തിയതല്ല. ആദ്യമായി ഗോപിയെ കാണുമ്പോൾ അവളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം.
ഗോപിയുടെ ആയുസ് അരനാഴിക നേരം മാത്രം. അതുകൊണ്ട് തന്നെ അവളെ അവിനാശ് സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. എന്റെ അനുജത്തിന്റെ മനസ്സിനെ തകർക്കരുത്. അവളുടെ ജീവിതം കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണം. അത് യാചിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ. ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വലിയൊരു തെറ്റുപറ്റിപ്പോയി. അമ്മ ഗോപിയെക്കുറിച്ചുള്ള സത്യം പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. അവളെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ കാരണം ജീവിതത്തിൽ ആദ്യത്തെ സങ്കടം അവൾ അനുഭവിച്ചു. അതൊരു തെറ്റൊന്നുമല്ല. നിങ്ങളെ പഴിക്കാനുമല്ല ഞാൻ വന്നത്. അറിയാം. പക്ഷേ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഇന്നലെ വരെ ഞാൻ അവളെ വേദനിപ്പിച്ചു. ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എന്തു തന്നെ വന്നാലും ഗോപിയെ ഞാൻ ഉപേക്ഷിക്കില്ല. ഒരു ശലഭത്തിന്റെ ആയുസേ ഉള്ളുവെങ്കിലും ഞാൻ അവളെ കൈവിടില്ല. അത്രയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവൾക്ക് നല്ലൊരു യാത്രയെ കൊടുക്കാൻ കഴിയാം. അത്രമാത്രം. ഇല്ലേട്ടാ, ഗോപിയുടെ കാര്യത്തിൽ അത്ഭുതം സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ട്, ഈശ്വര ഒരത്ഭുതം നടത്തി തരണേന്ന്. ഏട്ടൻ സമാധാനമായിട്ടിരിക്കുക. ഏട്ടൻ്റെ ഗോപി നമ്മളെ വിട്ടെങ്ങും പോവില്ല. ഒരു മിറാക്കിൾ ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിക്കും, എനിക്കുറപ്പാ. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇടയ്ക്കിടയ്ക്ക് ഗോപിയെ ഞാനൊന്ന് കണ്ടോട്ടെ. അമിത സ്വാതന്ത്ര്യം എടുക്കില്ല. കണ്ടോളൂ. കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ. അവള് വീട്ടിലുണ്ട്. നിന്റെ വഴക്ക് മാറിയെന്ന് അവൾ അറിയട്ടെ. ഉടനെ വീട്ടിലേക്ക് ചെല്ലുന്നില്ല. ഓഫീസിൽ ഒഴിവാക്കാനാത്ത ചില വർക്കുകളുണ്ട്. പക്ഷെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. ഒക്കെ നിന്റെ ഇഷ്ടം. ഞാൻ പൊയ്ക്കോട്ടെ. ഉം.